റഫയിൽ കരയാക്രമണം നടത്തുന്ന ഇസ്രായേൽ സൈനികരെ കുരുക്കി വീണ്ടും ഹമാസ് പോരാളികൾ. 4 സൈനികരെയാണ് ഹമാസിന്റെ സായുധ വിഭാഗമായ ഗസ്സാം ബ്രിഗേഡ് കൊലപ്പെടുത്തിയത്. 7 സൈനികർക്ക് പരിക്കേറ്റതായും IDF അറിയിച്ചതായി ടൈംസ് ഓഫ് ഇസ്രായേൽ റിപ്പോർട്ട് ചെയ്തു. ഇവരിൽ 5 പേരുടെ നില ഗുരുതരമാണ്. തെക്കൻ ഗസയിലെ റഫയിൽ 3 നില കെട്ടിടത്തിൽ കയറിയ കമ്പനി കമാൻഡർ അടക്കമുള്ള സൈനികരെയാണ് ഗസ്സാം ബ്രിഗേഡ് തകർത്തെറിഞ്ഞത്. ഇവർ കയറിയതിന് പിന്നാലെ കെട്ടിടം പൊട്ടിത്തെറിക്കുകയായിരുന്നു. റഫയ്ക്ക് സമീപമുള്ള ഷബൂറയിലെ വീടിനുള്ളിലായിരുന്നു സംഭവം. ആദ്യം കെട്ടിടത്തിനകത്തേക്ക് സ്ഫോടക വസ്തു എറിഞ്ഞ് അപകടക്കെണി ഒന്നുമില്ല എന്ന് ഉറപ്പാക്കിയ ശേഷമായിരുന്നു സൈനികർ അകത്തേക്ക് പ്രവേശിച്ചത്. എന്നാൽ 2 സൈനികർ അകത്ത് കടന്നതും വൻ ശബ്ദത്തോടെയുണ്ടായ ഉഗ്രസ്ഫോടനത്തിൽ 3 നിലകളുള്ള കെട്ടിടം തകരുകയായിരുന്നു. പുറത്ത് കാവൽ നിന്ന സൈനികരുടെ ദേഹത്തേക്കാണ് കെട്ടിടം പതിച്ചത്. വീട്ടിനുള്ളിൽ തുരങ്കവാതിൽ കണ്ടെത്തിയിട്ടുണ്ടെന്നാണ് IDF പറയുന്നത്. മേജർ താൽ ഷെബിൽസ്കി, ഷൗലോവ് ഗെദേര, സ്റ്റാഫ് സർജന്റ് ഈറ്റൻ കാൾസ്ബ്രൺ, സർജന്റ് അൽമോഗ് ഷാലോം, സർജന്റ് യെയർ ലെവിൻ എന്നിവരാണ് മരിച്ചതെന്ന് IDF അറിയിച്ചു. കൊല്ലപ്പെട്ടവരും പരിക്കേറ്റവരും ഗിവാദി ബ്രിഗേഡ് രഹസ്യാന്വേഷണ വിഭാഗത്തിൽ ജോലി ചെയ്യുന്നവരാണ്. സൈനിക കമാൻഡറാണ് ഷെബിൽസ്കി ഷൗലോവ്. ലിക്വിഡ് പാർട്ടി നേതാവും മുൻ പാർലമെന്റ് അംഗവുമായ മോഷെ ഫെയ്ഗ്ലിന്റെ ചെറുമകനാണ് ലെവിൻ. 299 സൈനികർ ഇതുവരെ ഹമാസ് ആക്രമണങ്ങളിൽ കൊല്ലപ്പെട്ടതായി ഇസ്രായേൽ ടൈംസ് റിപ്പോർട്ട് ചെയ്യുന്നു. ന്യൂസ് ഡെസ്ക് സുപ്രഭാതം.